അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിനു മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ ആദ്യം പറഞ്ഞതേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അപ്പം ചിലരെങ്കിലും വിചാരിക്കും, അങ്ങനെ ഇത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയെന്ന്. ഈ മലയാളിക്കൊരു കുഴപ്പമുണ്ടെന്നറിയാമോ? മലയാളി ബേസിക്കായിട്ട് മെറ്റീരിയലിസ്റ്റുകളാണ്, ആത്മീയവാദികളല്ല ശരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഗോവധങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആണല്ലോ നമ്മുടെ രാജ്യം. അത് എത്രയോ കാലമായിട്ട്. നേരത്തെയൊക്കെ എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. എക്സെപ്ഷൻസ് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രാജ്യം സാംസ്കാരികമായിട്ട് വെജിറ്റേറിയൻ ആണ് ശരിക്കും, സാമൂഹികമായിട്ടും. അതിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങനെയാണ്.
ബേസിക്. പിന്നെ വന്നവരല്ലേ ഇവിടെ നോൺ വെജിറ്റേറിയൻ പ്രചരിപ്പിച്ചത്, കറക്റ്റാണല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ ആരും എന്തൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് എങ്കിലും ഇന്ത്യയിൽ പൊതുവെ എങ്ങനെയാണെങ്കിൽ മലയാളികളുടെ മനസ്സ് ആത്മീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര ആത്മീയമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴഞ്ചൊല്ലുകളാണല്ലോ നമുക്ക് മലയാളിക്ക് ബൈബിളൊന്നും ഇല്ല. ബൈബിളൊക്കെ ഇടക്കാലം കൊണ്ടൊക്കെ കിട്ടിയതാണല്ലോ. ഈ മനുഷ്യന്മാരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ? മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊക്കെയായിരുന്നു ഇവിടുത്തെ ബൈബിള്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്. പിന്നെ എന്താണ്, അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ മലയാളിയുടെ മനസ്സിൻ്റെ ബേസിക്കായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. സാധനം പോയി എന്നാലും ചമഞ്ഞ് കിടക്കണം. ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നുള്ള ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ്. അതിൻ്റെ അകത്തൊരു മെറ്റീരിയലിസം ഉണ്ട്, ഭൗതികവാദമുണ്ട്. ചത്തുപോയ സംഭവമാണെങ്കിൽ ശരി, അത് ചെയ്യാൻ പറ്റിയിരിക്കണമെങ്കിൽ ശരി, വളരെ അലങ്കരിച്ച് വെക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതുപോലെ മലയാളിയുടെ ഭൗതികവാദം നമുക്ക് നിരീക്ഷിക്കാവുന്ന സംഭവമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുക. താൻ പാതി ദൈവം പാതി. പക്ഷെ ബൈബിൾ അതിനോടൊന്നും യോജിക്കത്തില്ല. ബൈബിൾ എന്താ പറയണത്? നിങ്ങൾക്ക് പാതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ പകുതി വെക്കാൻ നിങ്ങളുടെ പകുതി ഷെയർ വെക്കണം. പക്ഷേ ഷെയർ ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ചത്ത് കളയണ. അതല്ലേ പ്രശ്നം. ഇപ്പം ദൈവം നമ്മൾ തമ്മിലൊരു ജീവിതമാണ്. അങ്ങനെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഈ മനുഷ്യനോട് ആണെങ്കിലും നമ്മൾ ഒരു ഉടമ്പടി ചെയ്താൽ നമുക്ക് നിങ്ങൾ ഷെയർ വെക്കാൻ പറ്റത്തില്ല. ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാലം മനുഷ്യരാശിക്ക് എപ്പോഴും ഉണ്ടാവുമല്ല. അപ്പം നമുക്ക് ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യും? താൻ പാതി ദൈവം പാതി എന്ന് വെച്ചാൽ താൻ പാതി എന്ന് പറഞ്ഞാൽ നമുക്ക് പാതി ഉണ്ടേ. നമുക്ക് പാതി ഇല്ലാത്ത മെരിറ്റ് എന്നാണ് ബൈബിൾ പറയേണ്ടത്. മെരിറ്റ്, നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എന്താണ്? നമ്മൾക്ക് ഒരു കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമുക്ക് കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയായിരുന്നു, ഇവിടെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ പോയായിരുന്നു, തട്ടേക്കാട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ തട്ടേക്കാട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേര് എന്നോട് പറഞ്ഞ്, ഇവിടെ ഒരച്ഛൻ മരിച്ച സ്ഥലമാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എങ്ങനെ മരിച്ചത്? അത് അച്ഛൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പുഴ കാണിക്കാൻ വന്നപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കുളിക്കുന്ന സമയത്ത് 2 പേര് ഒഴുക്കിൽപ്പെട്ട് ഒരാളെ അച്ഛനും നീന്തി ചെന്ന് രക്ഷപ്പെടുത്തി. അടുത്ത ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അച്ഛനും അവരുടെ കൂടെ പോയി മരിച്ചുപോയി. അപ്പം ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം ഈ ആൾക്കാർ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന്. ഇപ്പം നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല ചില സമയത്ത്. അപ്പോൾ പാതി വെക്കാനില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ദൈവം വേറെ ഉടമ്പടി തന്നത്. എന്താണ് അതിൻ്റെ അവിടെ ഉള്ളൊരു ഗുണം? എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, 100%, 50% നിൻ്റെ കഴിവെന്ന് പറയുന്നില്ല. മലയാളി എങ്ങനെ പറയുന്നത്? താൻ പാതി ദൈവം പാതി. പക്ഷേ നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? ദൈവം തന്നെ മൊത്തം എടുക്കും. അതാണ് ഉടമ്പടിയുടെ വിജയം എന്ന് പറയുന്നത്. ദൈവം തന്നെ മൊത്തം എടുക്കും. അപ്പം അത് എഫേസ്യർ 2:8 ആദ്യം നമുക്ക് കർത്താവ് വെളിപാട് തന്നെങ്കിലും സുവിശേഷത്തിൻ്റെ ഒരു പൊതുധാര അങ്ങനെയാണ്. എൻ്റെ ദൈവത്തിലെ ഞാൻ ഉടമ്പടിക്ക് നീയുമായിട്ട് ദാഹിക്കുകയാണ്. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉടമ്പടി ചെയ്യാം എന്നാണ് ദൈവം പറയണത്. നിൻ്റെ കയ്യിൽ പകുതി വെക്കാനൊന്നും ഇല്ലെങ്കിലും, ആരോഗ്യമില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, അവസരമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അലീന എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ ജർമ്മനി പഠിക്കാൻ പോയതാണ്, മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ്. മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി വേണ്ടേ? അപ്പം അത് പുതുക്കണം. പക്ഷേ വിസ പുതുക്കി കിട്ടണില്ല. വിസ പുതുക്കി കിട്ടണമെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, 13 ലക്ഷം രൂപ FD-യിലുണ്ടാകണം. രണ്ടാമത്തത് സാലറി സർട്ടിഫിക്കറ്റ് വേണം.
അപ്പോൾ 3 രേഖകളുണ്ടെങ്കിൽ വിസ പുതുക്കത്തുള്ളൂ. ഒന്ന് 13 ലക്ഷം രൂപ, അത് 13 ലക്ഷം ഒരാൾ പറയണത് എൻ്റെ വണ്ടിക്കാശ് പോലും ഇല്ലെന്നാണ് പറയണത്. പിന്നെ എന്താ വേണ്ടത്? സാലറി സർട്ടിഫിക്കറ്റ്, അതും ഇല്ല. സാലറി ഇല്ല, ജോലിയില്ല, സാലറി ഇല്ല. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതും ഇല്ല. ഈ പഠിക്കല്ലേ, അപ്പോൾ ഇത് 3 ഇല്ലാതെ പിന്നെ എങ്ങനെ വിസ പുതുക്കണത്? എന്നിട്ടും പരിശുദ്ധാത്മാവ് ഇവളോട് പറയുമേ, നീ ആപ്ലിക്കേഷൻ വെക്ക്. അപ്പോൾ അവൾ മാതാവിനോട് പറയുവേ, അമ്മേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ 13 ലക്ഷത്തിന് 13 രൂപ വരെ എൻ്റെ ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. എനിക്ക് ആകപ്പാടെ ഉള്ളത് അമ്മയുമായിട്ടുള്ള ഉടമ്പടി മാത്രമാണ്. നിങ്ങൾക്കറിയണം, ആ സാക്ഷ്യം കേട്ടാ 2 കൊല്ലത്തേക്ക് ഇതെല്ലാം ഉള്ള ആൾക്കാർക്ക് 6 മാസമേ ഉടമ്പടി പുതുക്കുള്ളൂ. ദൈവം അതിൻ്റെ കക്ഷിയായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൊല്ലത്തേക്ക് പുതുക്കി കിട്ടിയിരിക്കണേ. അത് ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ബൈബിളിലെ ഈ നോട്ട് ബൈ മിനിറ്റ് ആശയത്തിൽ കർത്താവ് വെളിപാട് വേറെ വല്ലതും പറയുന്നുണ്ടെന്ന് നോക്കി. അതേ ആശയത്തിൽ തീത്തുസ് ലേഖനത്തിലെ 3-ാം അധ്യായം 4-5 വാക്യം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ മെരിറ്റ് കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ അത്രേ. ദൈവം നിർവഹിച്ചതാണെന്ന് അർത്ഥം. അതുപോലെ ഒരു വചനമാണ് റോമ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. കൃപയാലല്ലെങ്കിൽ അല്ലാതെ ഒരു കാര്യം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കൃപയല്ല എന്താ പറയണത്? പിന്നെ അപ്പം എന്താ അർത്ഥം? കൃപയാലാണെങ്കിൽ പിന്നെ അവിടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമില്ലെന്ന്. അപ്പം ചില കാര്യം പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. 2 തിമോത്തി 1:9 അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. യേശുക്രിസ്തുവിലുള്ള കൃപ എത്രയോ നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളുടെ മെരിറ്റ് നോക്കാതെ പലപ്പോഴും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ. എൻ്റെ പേര് അനുജ, ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2017 മുതൽ ഒത്തിരി എക്സാംസൊക്കെ എഴുതി ട്രൈ ചെയ്ത ഒരാളാണ്. IELTS-ഉം OET കണക്കൂട്ടി പറയുവാണെങ്കിൽ ടോട്ടൽ 6 പ്രാവശ്യം OET-യും 2 പ്രാവശ്യം IELTS-ഉം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എപ്പോൾ എഴുതിയാലും ഞാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് കിട്ടാറില്ല. അപ്പം എഴുതുന്നവർക്കറിയാം, ഒരു OET-ക്ക് തന്നെ ഒത്തിരി ഫീ ആണ് നമുക്ക് പഠിക്കാനും പ്ലസ് എക്സാം എഴുതാനൊക്കെ ഒത്തിരി ഫീ ആകും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ വർക്ക് ചെയ്യുന്ന നേഴ്സിനെ കുറിച്ചോളം അത്ര സാലറി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പം നമുക്ക് എക്സാമിന് കൊടുക്കാനുള്ള ഫീയും ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ 2017, 2018, അങ്ങനെ 2019 അങ്ങനെ ഞാൻ ഫ്രീക്വൻ്റായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കൃപാസനത്തിലെ അമ്മയുടെ പത്രം തന്നത്. അപ്പം ഞാൻ നാട്ടിൽ വിളിച്ച് എൻ്റെ മമ്മിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഉടുമ്പടി എടുക്കണമെന്ന്. അപ്പം മമ്മി ഓൾറെഡി ആലപ്പുഴയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മമ്മി അങ്ങനെ എൻ്റെ നിർബന്ധത്താൽ മമ്മിയും എൻ്റെ ആൻറ്റിയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഈ നിയോഗമായിരുന്നു ഫസ്റ്റ് വെച്ചത്, എനിക്ക് എക്സാം പാസ്സാകണമെന്ന്. അതിൻ്റെ കൂടെ തന്നെ ബാക്കി 5 നിയോഗങ്ങളും വെച്ചിരുന്നു. എങ്കിലും എൻ്റെ ഈ നിയോഗം സഫലമാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് എനിക്ക് വേണ്ടി ഒരുക്കി തരേണ്ടതുകൊണ്ട് തന്നെ അതിനൊത്തിരി കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി 2010 പിന്നെയും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ഒരു നിയോഗം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് എനിക്ക് ചെയ്തു തന്നു. ഞാൻ എന്തോ ആഗ്രഹിച്ചത് അതിനപ്പുറം ഞങ്ങൾക്കൊരു വീട് പണിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എഴുതി നടക്കുമെന്ന് പോലും അറിയാത്തൊരു കാര്യമായിരുന്നു. അത് വെച്ചു. എൻ്റെ വിവാഹക്കാരാണെങ്കിൽ പോലും ഞാൻ വർക്ക് ചെയ്യുവാണ് എങ്കിലും എനിക്ക് ഒരു നല്ലൊരു സാലറി ഒന്നുമില്ലായിരുന്നു. എങ്കിൽ പോലും എൻ്റെ അമ്മ മാതാവ് നല്ലൊരു വീട് ഞങ്ങൾക്ക് തന്നു. കടം പോലും ഇല്ലാതെ ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ അമ്മ തന്നെ വന്ന് കല്യാണം പോലെ തന്നെ എൻ്റെ വിവാഹം
വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. എൻ്റെ വിവാഹം ഈ നവംബർ 7 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സമയത്ത് നല്ല മഴയുടെ പ്രശ്നമൊക്കെ ഉള്ള സമയമാണ്. ഒരു കുഴപ്പവും കൂടാതെ വിവാഹം നടത്തുന്നു. ഈ സമയങ്ങളിലൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. എൻ്റെ മമ്മിയായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ തന്നെ ഞാൻ ജനുവരി 8 ഒരു ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. എൻ്റെ മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാതാവിൻ്റെ കാശും എടുത്തുകൊണ്ട് തന്നെ ഞാൻ എക്സാമിന് പോയത്. ഞാൻ ഇതുവരെ എഴുതിയ 6 OET എക്സാമും 2 IELTS എക്സാം എഴുതിയിട്ടുണ്ട്. ഇതുവരെ എന്തൊക്കെ എക്സാം എഴുതിയോ ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു എനിക്കത്. ഞാൻ എൻ്റെ മമ്മിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ജീവിതപങ്കാളിയോട് പോലും ഞാൻ അത് പറഞ്ഞിരുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ നല്ല സുഖമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നല്ല പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് കുടുംബം എടുക്കാൻ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു ഭവനത്തിൽ ഒരാൾ തന്നെ എടുക്കാൻ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ വേറൊരു ഭവനത്തിലാവുമ്പോൾ എനിക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ജനുവരി 24 അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ റിസൾട്ട് ജനുവരി 8 ഞാൻ എഴുതിയ IELTSൻ്റെ എക്സാം റിസൾട്ട് ജനുവരി 27 വരുന്നത് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ എക്സാം ആയതുകൊണ്ട് ഒരിക്കലും ആ ഡേറ്റ് അവർ പ്രീപോണ്ടോ പോസ്റ്റ്പോണ്ടോ ചെയ്യില്ല, അന്ന് തന്നെ വരും. എങ്കിലും ഞാൻ 24 വന്ന് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് എന്തെല്ലാം സന്തോഷമായിരുന്നു. എക്സാമിൻ്റെ കാര്യം ഞാൻ അത് ഓർത്തേയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ പ്രദക്ഷിണം കഴിഞ്ഞു, കൗൺസിലിംഗ് കഴിഞ്ഞു. എനിക്കെൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൈ കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ കാശുരൂപമായിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. കാര്യം പറഞ്ഞാൽ ഞാൻ ഈ എക്സാമിൻ്റെ കാര്യം ഓർത്തില്ല. വേറെ കുറേ കാര്യം എനിക്ക് അമ്മയോട് പറയാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് എനിക്ക് കിട്ടാനുള്ള സ്കോർ കിട്ടിയെന്നുള്ളതായിരുന്നു. 27 പറഞ്ഞ റിസൾട്ടാണ്. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് അന്ന് തന്നെ സന്തോഷിക്കാനുള്ള അവകാശം. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അമ്മയുടെ നാടിൽ വന്ന് ഞാൻ പറയാനിരുന്ന ഒരു വലിയൊരു സാക്ഷിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതൊന്ന് പങ്കുവയ്ക്കാൻ പറ്റിയത്. അതിന് അമ്മ മാതാവിനെ എനിക്ക് ഒത്തിരി അതുകൂടാതെ കുറേ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കോവിഡ് ഡ്യൂട്ടി ചെയ്തായിരുന്നു ലാസ്റ്റ് 1 year ആയിട്ട്. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് എനിക്ക് കൈ രണ്ടിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടി ആയിരിക്കാൻ പറ്റില്ല, എല്ലാ നേഴ്സുമാർക്കും അറിയാമല്ലോ. കാരണം നമുക്ക് എല്ലാവരെയും നോക്കേണ്ട ഒരു സമയം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 2 കൈയും പൊട്ടി. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം സാനിറ്റൈസ് ചെയ്യാൻ പോലും പറ്റില്ല, കാരണം കൈ അത്രയ്ക്ക് നീറുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അത് കയ്യിൽ പുരട്ടി ഈശോയുടെ മാതാവിൻ്റെ ഉപ്പും അതുപോലെ തൈലവും ഇട്ട് ഞാൻ വിസ്മരണത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് പോയത് ഞാൻ തന്നെ അറിഞ്ഞില്ല. ഒരു സാനിറ്റൈസ് ചെയ്തപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത്, കാരണം എനിക്ക് നീറുന്നില്ല കൈ. അപ്പോഴാണ് ഞാൻ തന്നെ ഓർക്കുന്നത് എൻ്റെ കൈക്ക് ഞാൻ അത്രയ്ക്ക് ഹീലായി. കാരണം എനിക്ക് ഇപ്പോൾ ഒരു സ്പ്രേയോ പെർഫ്യൂമോ ഒരു സാനിറ്റൈസറോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. കയ്യിൽ ഉള്ളം കൈ തന്നെ ഇങ്ങനെ പൊട്ടിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ മാതാവ് അത് പൂർണ്ണമായി എല്ലാം എടുത്ത് മാറ്റി. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു ജൂലൈ തൊട്ടൊക്കെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലക്ക് ജസ്റ്റ് സ്പോട്ടിങ് പോലെയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് അതങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോഴാണെങ്കിലും സെയിം അതുപോലെ തന്നെ കുറച്ചിങ്ങനെ സ്പോട്ടിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. മരുന്ന് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ അതിലേറെ, കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയ കാരണം പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒത്തിരി അടുത്തൊക്കെ ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ ബാംഗ്ലൂരൊക്കെ പോകേണ്ടി വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അത്. അപ്പം ഞാനാണെങ്കിൽ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മാതാവിനോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഈ പാട് ചേഞ്ച് ചെയ്യുന്നുള്ളതും പിന്നെ ട്രാവലിൻ്റെ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ കുടിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു മന്തായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ എനിക്ക് ഡേറ്റ് ഇറഗുലർ ആയിരുന്നു, അതും എനിക്ക് കറക്റ്റായിട്ട് അമ്മ ക്രമീകരിച്ച് തന്നു. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് ഉടമ്പടിയോട്. ഞാൻ കഴിഞ്ഞ 24 ഉടമ്പടി എടുത്തത്. ഇന്നലെ 1 മാസം കഴിഞ്ഞു. അതിനുള്ളിൽ മാതാവ് എനിക്ക് ഒരു പക്ഷേ ഇന്നൊരു ദിവസം മൊത്തം തന്നാലും പറഞ്ഞിടാനാവാത്ത അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ മാതാവ് തന്നത്. അതിന് ഒത്തിരിയേറെ എൻ്റെ അമ്മയ്ക്ക് ചക്കര വന്ന് ഞാൻ എൻ്റെ ഈ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് വേണ്ടി ഇത്രയും അനുഗ്രഹം അത് മനോഹരമായി ക്രമീകരിച്ച് തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ആവേ മരിയ. എൻ്റെ പേര് വത്സമ്മ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഈ അമ്മയുടെ അടുക്ക വന്ന് ഉടമ്പടി എടുത്തപ്പോൾ. അതിനെക്കുറിച്ച് ഞാൻ അമ്മയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി. 2019 ജൂൺ 5 എൻ്റെ മകനും മരുമകളും കൂടി പിണങ്ങി മരുമകളുടെ വീട്ടിലേക്ക് പോയി. അവരുടെ അപ്പനും അമ്മയും അതിന് ഒത്താശ നൽകി. അവർ പോയതിന് ശേഷം അവിടെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം കൃപാസനം പത്രം എനിക്ക് ലഭിച്ചു. ആ പത്രം ഞാൻ വായിക്കുകയും
കൃപാസനം എന്ന് പറയുന്ന സ്ഥലം ഞാൻ അറിയുകയില്ലായിരുന്നു. ആ കൃപാസനം പത്രം കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായതും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കതിൽ നിന്ന് കിട്ടിയ മനോവിശ്വാസത്തോടെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്തു. അപ്പം മകനും മരുമകളും പിണക്കത്തിലായിരുന്നതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഈ കേസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. ഒരിക്കലും താങ്ങാൻ മേലാത്ത ഒരു ഭാരമായിരുന്നു ഞങ്ങളുടേത്. പിന്നീട് ഇതിനിടെ മകൻ്റെ ജോലി പോയി. മകന് വിഷമമായി. പുരവണി ഉണ്ടായിരുന്നു, പുരവണി തടസ്സപ്പെട്ടു. അങ്ങനെ ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മകളുടെ ബർത്ത്ഡേക്ക് ഈ മകൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ വിട്ടില്ല, സമ്മതിച്ചില്ല. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തു, പിന്നെ രണ്ടാം പ്രാവശ്യം ഉടമ്പടി എടുത്തു. കാര്യങ്ങളൊന്നും സാധിച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് 2020, അതായത് 11 മാസം കഴിഞ്ഞതിന് ശേഷം അവൻ ചുമ്മാ പറഞ്ഞതാണ്, വിളിക്കാൻ ചെന്നതാണ്. അവൾ ഇറങ്ങി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മ പ്രവർത്തിച്ച് ആ മകൾ അവൻ്റെ കൂടെ ഇറങ്ങി വന്നു. 2 പെൺകുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു പോയിരുന്നത്. ആ പെൺകുഞ്ഞുങ്ങളും ഈ മകളും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരികയും അങ്ങനെ ഇപ്പം രമ്യതയിൽ പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. യേശുവിന് 1000 നന്ദി. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അമ്മയിലൂടെ ഈശോ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതുകൂടാതെ ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു ഈശോയ്ക്കും. എൻ്റെ പേര് അലീന എന്നാണ്. ഞാൻ പെരുമ്പാവൂർന്ന് വരണു. ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ OT എക്സാം പാസ്സായതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2021 മെയ് 3 ഓൺലൈനായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. ആ സമയത്ത് കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ വരാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആദ്യം അതിന് മുൻപേ റെഗുലറായിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്തു, കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നുകൊണ്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സൊക്കെ അടച്ചു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ ശേഷം ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ക്ലാസ് ഓൺലൈനായിട്ടായിരുന്നു അറ്റൻഡ് ചെയ്തു. ജൂലൈ 10 അതിനുശേഷം ജൂലൈ 10 ഞാൻ OET എക്സാം ഡേറ്റ് എടുത്തു. എനിക്ക് ആദ്യം എക്സാമിന് എഴുതാൻ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ OET എക്സാം എഴുതി. ജൂലൈ 10 എക്സാം എഴുതി. 29 റിസൾട്ട് വന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് എൻ്റെ OET എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും വൈകിയതിന് ഞാൻ മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അയർലൻഡിലോട്ടാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇനി ബാക്കി ഒത്തിരി തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് ഷൈനി ജോസ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മണ്ണമ്പേട്ട. ഞാൻ 3-4 നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും എൻ്റെ ഭർത്താവിന് 2 വർഷത്തോളമായിട്ട് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നിട്ട് തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗത്തിൽ ആ നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് 2 മാസത്തിനകം ആൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ കവിളിൽ ഇങ്ങനെ കറുത്ത പാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഭയന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ തൈലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നത്തെ അനുഗ്രഹം, ഞങ്ങൾ ഒരു സ്ഥലം വിൽക്കാനായിട്ട് 7-8 വർഷമായിട്ട് അത് വിൽക്കാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതും ഉടമ്പടി നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്ഥലം വിറ്റുപോയി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ജോസഫ് ഇമാനുവൽ എന്നാണ്. ഞാൻ വെള്ളൂരിൽ നിന്ന് വരുന്നു, കോട്ടയം വെള്ളൂരിൽ നിന്ന്. ഞാൻ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയതിന് നന്ദി പറയാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമേ ഞാൻ അനുഗ്രഹം വിവരിക്കാം. ഞങ്ങൾ 2020 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആ ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ച 2 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. അതിലൊന്നാണ് വൈഫ് OET എക്സാം എഴുതിയായിരുന്നു. OET എക്സാം എഴുതി 3 പ്രാവശ്യം എഴുതി, 3 ഫെയിലായി. 4ാമത്തെ OET എക്സാം ഞങ്ങൾ പാസ്സായി. അതുവഴി ഞങ്ങൾക്ക് UK മൈഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു.
പിന്നെ ഞങ്ങളുടെ അലൈനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, UAE അലൈനിൽ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ടെർമിനേഷൻ ഉണ്ടായിരുന്നു. ആ ടെർമിനേഷൻ ലിസ്റ്റിലൊന്നും പെടാതെ ഞങ്ങളുടെ നിയോഗത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. ജോലിക്ക് കുഴപ്പമൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗത്തിലൊന്നായ ഞങ്ങളുടെ ജോലിക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. വൈഫിൻ്റെ ജോലിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞങ്ങളെ മാതാവ് കാത്തു പരിപാലിച്ചു. അതുപോലെ വൈഫ് ഏതൊരു എക്സാമിന് പോയാലും, കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും മാതാവിൻ്റെ ലോക്കറ്റ്, കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് എപ്പോഴും കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതാറുള്ളത്. അപ്പോൾ അതിൽ ഒത്തിരി ധൈര്യം എൻ്റെ വൈഫിന് കിട്ടിയിരുന്നു. പരീക്ഷയൊക്കെ നന്നായി എഴുതാനായിട്ടും എല്ലാ പരീക്ഷകളും, അത് കഴിഞ്ഞ് OET കഴിഞ്ഞ് CBT ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. അതുവഴി വൈഫ് UK ഇപ്പോൾ UK ജോലി ചെയ്യുന്നു. എൻ്റെ പേര് നാൻസി ജോളി. ഞാൻ എറണാകുളം ജില്ലയിലുള്ള പള്ളുരുത്തി നിന്നാണ് വന്നേക്കുന്നത്. എനിക്ക് മാതാവിൻ്റെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് മൂലം 3 വലിയ സാക്ഷ്യമാണ് പറയാനുള്ളത്. ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിന് ഒരു ദിവസം പെട്ടെന്ന് ഓർമ്മ പോയി. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയപ്പം അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് തലയുടെ പുറകിലത്തെ ഞരമ്പ് പൊട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഓപ്പറേഷൻ ഉടനെ വേണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഒബ്സർവേഷനിൽ കിടക്കാൻ പറഞ്ഞ്. ഞാൻ വീട്ടിൽ ഓടി വന്നതിന് ശേഷം ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പം തന്നെയാണ് ഉടമ്പടി തൈലം കൊണ്ടുപോയി മാതാവിൻ്റെ രൂപം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഭർത്താവിൻ്റെ പറഞ്ഞു, എൻ്റെ മാതാവേ ഓപ്പറേഷന് വിധേയമാക്കാതെ മരുന്ന് കൊണ്ട് ഇത് മാറ്റിത്തരണേന്ന് പറഞ്ഞ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഈ ഞരമ്പ് പൊട്ടിയതൊക്കെ കൊണ്ട് ഒന്നുമില്ല, കണ്ണിൻ്റെ കാഴ്ച പോകും, അല്ലെങ്കിൽ ഒരു സൈഡ് മുഴുവൻ തളർന്ന് കടന്നു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ രാത്രി മുഴുവൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഡോക്ടർമാർ വന്ന് നോക്കിയപ്പോൾ കണ്ണിന് ഒരു കുഴപ്പമില്ല, 2 കണ്ണിനും കാഴ്ചയുണ്ട്. പിന്നെ അവർ പറഞ്ഞു എന്നാൽ തളർന്നിട്ടുണ്ടാവും ശരീരം എന്ന് പറഞ്ഞ് അവർ നോക്കി. ആൾക്ക് ഒരു കുഴപ്പമില്ല, കൈയും കാലും എല്ലാം പൊക്കി കാണിച്ച് എഴുന്നേറ്റ് അപ്പം തന്നെ നടന്ന്. അന്ന് തന്നെ അവർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയാണ് ഉണ്ടായത്. ഇതെൻ്റെ മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഭർത്താവ് തന്നെ 22 വർഷമായി നേവിയിൽ നിന്ന് ഇറങ്ങിയതാണ്. 10 വർഷമാണ് നേവി ജോലി ചെയ്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പെൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊരു സ്ത്രീക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ അവർക്ക് കൃപാസനത്തിലൊന്ന് വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്നാൽ നമ്മുടെ കാറിൽ നമുക്ക് അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പം പുള്ളിയുടെ ഫോണിൽ കുറേ മിസ് കോള് പഴയ നേവിയിലുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ പറയണത് ഈ 10 വർഷക്കാർക്കുള്ള പെൻഷൻ ഇപ്പോൾ പാസ്സായെന്നും പറഞ്ഞൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ഭർത്താവ് ഇറങ്ങിയ ആ വർഷം വരെയുള്ള ആൾക്കാരാണ്, അതിൽ പുള്ളിയുടെ പേരും ഉണ്ട്. ഇപ്പോൾ 6 മാസമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് എൻ്റെ മോനുള്ളൊരു ജോലിയാണ്. അവൻ 5 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്യണുണ്ടായിരുന്നു, ഒന്നും നടക്കണില്ല. ഞാനൊരു ദിവസം ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് എനിക്ക് ഇന്ന കാര്യം സാധിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ഉടമ്പടിയുടെ ചിലവ് മുഴുവൻ വഹിച്ചോളാമെന്ന് പ്രാർത്ഥിച്ച് ആ ചേട്ടൻ ആ ആഗ്രഹം സാധിച്ച് കിട്ടിയെന്ന് പറഞ്ഞ്. ആ നിമിഷം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മോന് വിദേശത്തൊരു നല്ല ജോലി സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളത്തിൽ തന്നെ ഇവിടുത്തെ ഒരു പ്രാർത്ഥനയുടെ മുഴുവൻ ചിലവും ഞാൻ വഹിച്ചോളാമെന്ന് പ്രാർത്ഥിച്ച്. 1 മാസം കഴിഞ്ഞില്ല, അത്ഭുതമായിട്ട് അവന് ഇന്നിപ്പോൾ നോർവേയിൽ അവിടുത്തെ ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. ഇത് 3ഉം എൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ തിരുവനന്തപുരം പുത്തൻതോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോനും മരുമോൾക്കും, എൻ്റെ പേര് ടെൽമ ഫ്രാൻസിസ് എന്നാണ്. ഞാൻ 2018 മുതൽ ഞാനിവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. മോനും മരുമകളെയും ഉടമ്പടിയിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനും മരുമോൾക്കും ഒരു ആൺകുഞ്ഞിന് ജനിച്ചു. അത് സാക്ഷ്യം പറയാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അവർ ജ്ഞാനസ്നാനത്തിന് വരികയാണെങ്കിൽ അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ. ഒരു ആൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 4.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു മോനെ കിട്ടിയത്. ആദ്യം ഒന്ന് അബോർഷനായ പോലെ തോന്നിയിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ 4ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസംബർ 9-ാം തീയതിയാണ് കുഞ്ഞിനെ കിട്ടിയത്. ഇവിടെ ഞാൻ വന്ന അച്ഛൻ്റെ അടുത്തൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് 9-ാം തീയതി മരുമകളുടെ പ്രസവ സമയത്ത് എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ശരി ഉടനെ പോകുമെന്ന് പറഞ്ഞ് കാശ് രൂപം പ്രാർത്ഥിച്ച് തന്നു. അവർക്ക് 3 കാശ് രൂപം 3 പേർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് 3 പേർക്കും കൊടുത്തു. പിന്നെ എനിക്ക് കാനഡയിൽ പോകാൻ വിസിറ്റിംഗ് വിസയും ശരിയാക്കിയിട്ടുണ്ട്. ഡിസംബറിന് 9-ാം തീയതിക്ക് മുമ്പേ തന്നെ വിസ കിട്ടുകയും ചെയ്തു.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എപ്പോഴാണ് നമ്മൾ ഉടമ്പടി എടുത്തത്? നമ്മൾ ഏത് വർഷമാണ് ഉടമ്പടി എടുത്തത്? ഉടമ്പടി എടുത്തത് 2018 2018 ഒക്ടോബർ 19 എടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഞാനിവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട്. അപ്പോൾ അവന് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ, വലുതും ചെറുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മോൻ ഫ്രാൻസിൽ പോയിരിക്കുന്നു. ഒരു തടസ്സവും കൂടാതെ പഠിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരി. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2018 ഞങ്ങളുടെ വീട് വെള്ളം കയറി വളരെ തകർന്ന രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് 2020 ജനുവരി 29 ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്ന 6-ാം ദിവസം ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയും അത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നല്ല സൗകര്യത്തോടു കൂടി ഞങ്ങൾക്ക് അമ്മ പണിത് തന്നു. അതിലൊരുപാട് നന്ദി, കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ മകളുടെ കുട്ടി നീരജ്, അവന് 10-11 വർഷമായിട്ട് അലർജിയും തുമ്മലും ഇതൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവന് പരിപൂർണമായി അമ്മ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അവൻ മിടുക്കനായിട്ടിരിക്കുന്നു. 3-ാമത്തെ സാക്ഷ്യം, എൻ്റെ മകളുടെ ഭർത്താവ് ഷാർജയിലായിരുന്നു. അവൻ നാട്ടിൽ വന്നാലും 10-15 ദിവസം വീട്ടിലുണ്ടാവുമായിരുന്നുള്ളൂ. അവന് ലീവ് കിട്ടില്ലായിരുന്നു. അല്പസ്വല്പം ദുശീലങ്ങളും അവനുണ്ടായിരുന്നു. അമ്മയുടെ കാരുണ്യത്താൽ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നവർ കൂടുതൽ സന്തോഷത്തോടും ഒരുമയോടും കൂടി അവർ ജീവിക്കാൻ അമ്മയും തിരുക്കുമാരനെ അനുഗ്രഹിച്ചതിൽ കോടാനുകോടി നന്ദി. കൂടാതെ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആരും ചിരിക്കാതിരുന്നാൽ ഞാൻ ഒരു സാക്ഷ്യം കൂടി പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ ചക്കയിട്ട വെറുതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ വീട്ടിലൊരു തോട്ടിയുണ്ട്, അപ്പോൾ ആ തോട്ടിക്ക് എത്തുന്ന ഭാഗത്ത് അതിന് മുകളിലേക്ക് ഉണ്ടാകല്ലേ അമ്മേ, ഞങ്ങളുടെ വീട്ടിലത് ഇട്ട് തരാൻ ആരുമില്ല എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്തവണ അത്ഭുതം തോന്നും. ആ തോട്ടിക്ക് എത്താൻ പാകത്തിനുള്ള താഴേക്കുള്ള ചക്കകളാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് ഇത് പറയുന്നതിൽ ആരും എന്നെ കളിയാക്കരുത്. അമ്മയോട് നന്ദിയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് നന്ദി, കോടാനുകോടി നന്ദി. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കോവിഡ് കാലമാണെങ്കിലും ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്കും, ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും അമ്മ ഞങ്ങൾക്ക് അത് അടച്ചു തീർക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരാണ്. ഇപ്പം ഞാനിവിടെ വന്നേക്കാം, അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ എന്നും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മക്കളും ഞങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ്. ജപമാല ചെല്ലാനും നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഉടമ്പടി പ്രാർത്ഥനയും 5:30-ക്കുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം മുടങ്ങാതെ ചെല്ലുന്നുണ്ട് ഞങ്ങൾ. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഞാനൊരു രോഗിയാണ്. എനിക്ക് ഷുഗർ, പ്രഷർ ഇല്ലാത്ത അസുഖങ്ങളില്ല. ഇപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടിയിരിക്കുകയാണ്. ഞാൻ അമ്മയെ പ്രാർത്ഥിച്ച് ഞാൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മകളും ഭയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അവരോടെല്ലാം പറയുന്നത് എന്നെ അമ്മ രക്ഷപ്പെടുത്തും, അമ്മ എന്നെ രക്ഷപ്പെടുത്തും. ആ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും. അമ്മ എനിക്ക് ശക്തി തരും. കോടാനുകൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി. പേര് കൊച്ചുമോള്, കരുമുളക്കിയെന്ന് വരുന്നു. എൻ്റെ ഭർത്താവ് ആർട്ടിൻ്റെ രോഗിയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞതൊക്കെ പിന്നെ ഗുളികയൊന്നുമില്ല, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്, ഗുളികയൊന്നുമില്ല. ഞാൻ പറഞ്ഞ അമ്മച്ചി കാത്തോളൂ, അമ്മ യേശു കാത്തോളൂ, ഇനി മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം പൂർണ്ണമായ ആർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അസുഖങ്ങളൊക്കെ മാറി ഇപ്പം മരുന്നൊന്നുമില്ല. ഈശോയ്ക്ക് നന്ദി. എത്ര വർഷമായി അമ്മ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്? 6 വർഷത്തോ എൻ്റെ മോൻ 6-ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ആർട്ടിൻ്റെ അസുഖം വന്നതാണ്. മോനിപ്പം 32 വയസ്സുണ്ട്. ഇപ്പോൾ 8 വർഷം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ ഗുളികയൊന്നുമില്ല. എൻ്റെ പേര് ലിജ, ഞാൻ മുണ്ടത്താനത്തുനിന്ന് വരുന്നു. 2019 നവംബർ 6-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾ അലീനയുടെ കാലിന്
രണ്ട് മുട്ടും കൂട്ടിയിടിച്ച് എപ്പോഴും അവൾ ഉരുണ്ട് വീഴുമായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവൾക്ക് കാലിന് വളവുള്ള കാരണം അവൾ ഉരുണ്ട് വീഴുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു ഓർത്തോ സർജനെ കാണിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങൾ ഓർത്തോ സർജനെ കാണിച്ചു. സ്കാൻ ചെയ്തപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു 15.5 സെൻറ്റിമീറ്റർ വളവ് കുഞ്ഞിൻ്റെ കാലിനുണ്ട്. ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞിന് 6 വയസ്സായാൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ദിവസം കുഞ്ഞിൻ്റെ കാല് നൂർന്നു. ഇപ്പോൾ അവൾ ഉരുണ്ടൊന്നും വീഴത്തില്ല, യാതൊരു കുഴപ്പമില്ല, നല്ല മിടുക്കിയായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ മോന് ഒരു വയറുവേദന വന്ന് പെട്ടെന്ന് മൂത്രം പോകുന്നിടത്തോടുള്ള ബ്ലഡ് ക്ലോട്ടായിരുന്നു. അങ്ങനെ ESI വെച്ച് പെട്ടെന്നൊരു സർജറി കഴിഞ്ഞു. അത് ബയോപ്സിക്ക് വിട്ടു. അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായി, യാതൊരു കുഴപ്പവുമില്ല. പിന്നെ സഹോദരിയുടെ വിവാഹം ഉടമ്പടി എടുത്തത് നവംബർ 6-ാം തീയതി വന്ന് 2019 ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 17-ാം തീയതി അവളുടെ കല്യാണവും കഴിഞ്ഞു.